നമസ്കാരം. മാസങ്ങളായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ഒടുവിൽ സമാധാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള സമാധാന കരാറിൽ ഇന്ന് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, ലോക പോലീസ് ചമയുന്ന അമേരിക്കയാണ്. എന്നാൽ കാര്യങ്ങൾ ഇവിടെ വെച്ചും തീരുന്നില്ല, അല്ലെങ്കിൽ ഇവിടം കൊണ്ടും തീരുന്നില്ല. കാരണം ട്രംപിന്റെ നിലപാട് ഇല്ലായ്മയാണ്. ഒരിക്കൽ കരാറിൽ ഏർപ്പെടുമെന്ന് പറയുകയും അതിനു പിന്നാലെ വീണ്ടും കരാർ പിൻവലിക്കുകയും ചെയ്യും. ട്രംപിന്റെ ഈ മലക്കം മറിച്ചിൽ അക്ഷരാർത്ഥത്തിൽ ഗതികെട്ടിരിക്കുകയാണ് ഇറാൻ വെടിനിർത്തലിനായി നിബന്ധനകൾ സമ്മതിക്കുമ്പോൾ ആ നിലപാടിൽ മാറ്റവുമായിരിക്കും ട്രംപ് എത്തുന്നത്. എന്തായാലും ഇറാൻ ഭാവിയിൽ ആണവായുധം നിർമ്മിക്കില്ലെന്നും യുറേനിയം ശേഖരം US പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്നുമാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാവിയിൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ല. ഇറാനിലെ മലനിരകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പുറത്തെടുത്ത് നശിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഭാവിയിൽ ഇറാനുമായി മിഡിൽ ഈസ്റ്റുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ബദൽ മാർഗം തേടുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം. കരാർ ഇന്ന് ഒപ്പിടുമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും പ്രസ്താവന എത്തിയത്. ഇറാൻ US ധാരണാപത്രം 24 മണിക്കൂറിനുള്ളിൽ ഒപ്പിടുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയോട് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ധാരണാപത്രം ഇന്ന് ഒപ്പിട്ടേക്കില്ല എന്ന സൂചനകൾ ഇറാൻ വിദേശകാര്യ വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഇക്കാര്യത്തെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു. ഇറാനിയൻ മാധ്യമങ്ങളായിരുന്നു വാർത്ത പുറത്തുവിട്ടത്. ഞായറാഴ്ച കരാർ ഒപ്പിട്ടേക്കില്ല എന്നും എന്നാൽ വരും ദിവസങ്ങളിൽ സമാധാന ഉടമ്പടി ഒപ്പിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കുന്നത്. ധാരണാപത്രത്തിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഒന്നും പരാമർശിക്കുന്നില്ല എന്നും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സമാധാന ധാരണാപത്രത്തിന് മാത്രമാണ് തീരുമാനമായതെന്നാണ് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇറാനുമായുള്ള ദീർഘകാല സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിൽ ഞായറാഴ്ച ഒപ്പിടുമെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചത്. കരാറിൽ ഒപ്പിട്ടാൽ ഉടൻ തന്നെ മാസങ്ങളായി തടസ്സപ്പെട്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്നും ഒരു പ്രഖ്യാപനവും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയിരുന്നു. ഇറാൻ ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ല എന്നും ഇറാനിലെ മലനിരകൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം B2 ബോംബറുകളുടെ സഹായത്തോടെ പുറത്തെടുത്ത് നശിപ്പിക്കും എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്തായാലും മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ആണവ കരാർ ഇറാന് ആണവായുധങ്ങളിലേക്ക് എളുപ്പവഴി ഒരുക്കി ഒന്നായിരുന്നു എന്നും എന്നാൽ തന്റെ പുതിയ കരാർ അതിന് വിപരീതമായിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഞായറാഴ്ച കരാർ ഒപ്പിടുമെന്ന വാർത്ത ഇറാൻ വിദേശകാര്യ മന്ത്രാലയം നിഷേധിക്കുന്നുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പിടാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇന്നത് ഉണ്ടാകാനുള്ള സാധ്യത ഏറെക്കുറെ ഇല്ല എന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കുന്നത്. എന്തായാലും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും 24 മണിക്കൂറിനുള്ളിൽ ഇരു രാജ്യങ്ങളും പ്രാഥമികമായ കരാറിൽ ഒപ്പിട്ടേക്കാമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഞായറാഴ്ച സൂചിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ഇറാന്റെ പ്രതികരണം എത്തിയത്. എന്തായാലും ഇന്നുണ്ടായില്ലെങ്കിലും താമസിക്കാതെ 2 ദിവസത്തിനുള്ളിൽ സമാധാന കരാർ ഉണ്ടാകും എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. എന്താവും കരാർ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.